ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ റമദാനിന്റെ റഹ്മത്തിന്റെ 10ന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ധാരാളം മഹത്വങ്ങൾ അടങ്ങിയതായ ഒരു സമയമാണ്. അല്ലാഹു നമ്മുടെ നോമ്പുകളും നിസ്കാരങ്ങളും മറ്റുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അവന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ഒരു സ്വാലിഹായ അമലിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് പവിത്രമായ റമദാൻ എന്നുള്ളത്. ധാരാളം നന്മകളെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരവസരവും കൂടിയാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബിൻ, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. ബാബുൻ യുസമ്മ അർ റയ്യാൻ, അതിൽ ഒന്ന് റയ്യാൻ എന്ന പേരുള്ള കവാടമാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂന, അതിലൂടെ നോമ്പുകാരല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നോമ്പിന്റെ വലിയൊരു പ്രതിഫലം. 12 മാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മാസം നോമ്പുമായി ബന്ധപ്പെടുമ്പോൾ ആ നോമ്പിന്റെ ശുറൂത്തുകളും ഫുറൂദുകളും സുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോക്കുമ്പോൾ ആ മനുഷ്യന് സ്വർഗത്തിലുള്ള 8 കവാടങ്ങളിൽ നിന്ന് ഒരു കവാടത്തിലൂടെ അവന് പ്രവേശനം കിട്ടുകയാണ്. അതുതന്നെ മതി ഒരു സത്യവിശ്വാസിക്ക് വിജയിക്കാൻ. അല്ലാഹു ആ കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, നോമ്പും ഖുർആനും അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. പരിശുദ്ധമായ ഖുർആനും നോമ്പും. അപ്പോൾ നോമ്പ് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബി ഇന്നി മനഅതുഹും തആമ വശഹവാതി ബിന്നഹാർ, നിശ്ചയം പകൽ സമയത്ത് അവന്റെ ഭക്ഷണവും താല്പര്യങ്ങളും ഞാൻ തടഞ്ഞിരിക്കുന്നു. അല്ലാഹുവിനോട് നോമ്പ് പറയുകയാണ്. അതിനാൽ അവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് ഫശഫിഇനി ഫീഹി എന്ന് നോമ്പ് അല്ലാഹുവിനോട് പറയുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബി മനഅതുഹു നൗമ ബില്ലൈലി ഫശഫിഇനി ഫീഹി, അല്ലാഹുവേ ആ അടിമയുടെ രാത്രിയിലെ ഉറക്കത്തെ ഞാൻ തടഞ്ഞിരിക്കുന്നു. അതിനാൽ അവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പവിത്രമായ ഖുർആൻ പറയുമെന്ന്
ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഖുർആനും തിരുസുന്നത്തും നാം മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ വലിയ ഒരു ഭാഗമാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത്. ആ ഖുർആൻ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുകയാണ്, റബ്ബി മനഅതുഹു നൗമ ബില്ലൈലി ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, ആ മനുഷ്യന്റെ രാത്രിയിലെ ഉറക്കത്തെ ഞാൻ തടഞ്ഞിരിക്കുന്നു, ആ ഉറക്കത്തെ തടഞ്ഞിരിക്കുന്നു. അതിനാൽ അവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പവിത്രമായ റമളാനിന്റെ ഓരോ രാവുകളിലും നാം മനസ്സിലാക്കണം, ഓരോ പ്രത്യേകതകളാണ്. ഒന്നിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രത്യേകതകളാണ്. ആ രാവുകളിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടിക്കളയുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും നമ്മെ പഠിപ്പിച്ചത്. അവരെല്ലാം രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുകയും തസ്ബീഹ് ചൊല്ലുകയും രാത്രിയെ ഹയാത്താക്കുകയുണ്ടായിരുന്നു. നമുക്ക് രാത്രിയിലുള്ള ഒരു തറാവീഹ് പോലും നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ക്ഷീണമാണ്, വിഷമമാണ്, പല പ്രയാസങ്ങളാണ്. എല്ലാ പ്രയാസങ്ങളും ഒരു ദിവസം നമ്മളിൽ നിന്ന് തീരും. തൊണ്ടക്കുടിയിൽ റൂഹെത്തുമ്പോൾ ആ സമയത്ത് നാം അല്ലാഹുവിനോട് പറയുകയാണ്, എനിക്ക് അല്പസമയം കൂടി എനിക്ക് ആയുസ് നീട്ടി തന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു നമുക്ക് വല്ല അനുവാദം തരുമോ? അല്ലാഹു നമുക്ക് ഒരു അനുവാദം പോലും തരുകയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ ആഫിയത്ത് അനുസരിച്ച് തന്നെ നാം അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നാം ഇബാദത്തുകളിലായി നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കണം. അല്ലാതെ നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ ന്യൂനതകളോ കണ്ടെത്തി അത് പറഞ്ഞ് രസിക്കലല്ല ഒരു സത്യവിശ്വാസിയുടെ അടയാളം. അവന് കിട്ടുന്ന സമയങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് അവൻ ദുആ ചെയ്തുകൊണ്ട് അവന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയലാണ്. ഇപ്പോ റഹ്മത്തിന്റെ 10 നമ്മളിലേക്ക് കടന്നു വന്നു. നമ്മളിൽ നിന്ന് 9 ദിവസമായി. ഈ 9 ദിവസമായിട്ടും എന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമായ ഈ ആഫിയത്ത് കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ എത്ര തറാവീഹ് നമസ്കരിച്ചു, ഞാൻ എത്ര തഹജ്ജുദ് നമസ്കരിച്ചു, ഞാൻ എത്ര വിത്ർ നമസ്കരിച്ചു. എന്റെ റബ്ബ് തന്നതിന് ഞാൻ അടിമയായ ഞാൻ നന്ദി പ്രകടിപ്പിക്കൽ അത് എന്റെ കടമയാണല്ലോ, എന്റെ ബാധ്യതയാണല്ലോ എന്ന് ഓരോ മനുഷ്യരും മനസ്സിലാക്കുമ്പോഴല്ലേ അവന്റെ ജീവിതങ്ങളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് നന്മകൾ അവനക്ക് വാരിക്കോരി കൂട്ടാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവൻ വലിയ പ്രയാസങ്ങളിലേക്കാണ്. ഈ പറയപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലേക്കുള്ള അഡ്മിഷൻ നമുക്ക് കിട്ടുമോ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഒരിക്കലുമില്ല. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ സൗകര്യങ്ങളെ നാം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഇബാദത്തുകളിലായി സമയങ്ങൾ ചെലവഴിക്കണം. ഒരുപാട് സമയങ്ങൾ നമ്മളിൽ നിന്ന് വേസ്റ്റായി പോയിട്ടുണ്ട്. പക്ഷേ ഈ എണ്ണി തിട്ടപ്പെടുത്തിയ ഈ 10 ദിവസങ്ങൾ റഹ്മത്തിനായിട്ട്, അതുപോലെ 10 ദിവസങ്ങൾ മഗ്ഫിറത്തിനായി, 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെ 10 ദിനങ്ങളായിട്ട് നമുക്ക് നൽകിയത് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുവരാനാണ്, നമ്മെ വിജയികളാക്കാൻ വേണ്ടിയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതൊരു മുസ്ലിമും നോമ്പ് തുറക്കുമ്പോൾ അവൻ ആത്മാർത്ഥമായിട്ട് ദിക്ർ ചൊല്ലിയാൽ അവന്റെ മാതാവ് പ്രസവിച്ചതുപോലെ അവന്റെ പാപങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇല്ല ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ നോമ്പ് തുറക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ട, വളരെയധികം ആദരിക്കേണ്ടതും വളരെയധികം ബഹുമാനിക്കേണ്ടതുമായ സമയമാണ്. പക്ഷേ ആ സമയത്താണല്ലോ നമുക്ക് അധികമായി സംസാരിക്കാനും തമാശയിൽ ഏർപ്പെടാനും കളിക്കാനും ചിരിക്കാനുമുള്ള ഒരു അവസരം കിട്ടുന്നത്. നാം അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലുമല്ല, അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണകളാണ്. നമുക്ക് കിട്ടുന്ന, ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ് ഏത്? ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ആ സമയം എന്നുള്ളത്. ആ സമയത്ത് അവൻ പ്രത്യേകമായ ദിക്റുകളൊക്കെ ചൊല്ലി ആത്മാർത്ഥമായി അവന്റെ റബ്ബിലേക്ക് അവൻ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ, കളവ് പറയാത്ത സാദിഖുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ലാ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? അവന്റെ മാതാവ് പ്രസവിച്ചതുപോലെ അവൻ പാപങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കില്ല എന്ന്. എല്ലാ പാപങ്ങളും അള്ളാഹു കഴുകി ശുദ്ധിയാക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ സമയത്ത് നമുക്ക് എന്ത് തിരക്കാണ്! പള്ളിയിലെ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിയാർ വേറെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ട് കരുതുന്നവരാണ് നമ്മൾ കരുതുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോന്നും അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാല്, സന്ദർഭം അനുസരിച്ചുള്ള ഇൽമുകൾ നാം മനസ്സിലാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് വിജയമാണ് കിട്ടുന്നത്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇത് നിങ്ങളുടെ മക്കൾക്ക് അല്ലിമുഹാ അഖിബകും ഫഇന്നഹാ കലിമത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അത് നിങ്ങളുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. മക്കൾക്ക് പഠിപ്പിക്കാൻ നമ്മൾ തന്നെ ആ സമയത്ത് അലസരായിട്ട് നമ്മൾ തന്നെ മറ്റുള്ള കാര്യങ്ങളുമായി വ്യാപൃതരാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും എന്നായിരിക്കും നമ്മുടെ ചിന്ത. വേണമെങ്കിൽ എല്ലാം നടക്കും, വേണമെങ്കിൽ എല്ലാം നടക്കും, പക്ഷേ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും ചെയ്യും. നാം കൃത്യമായ രീതിയിൽ നല്ല ജീവിതം കാഴ്ചവെച്ചു കൊടുത്താൽ തീർച്ചയായും നമ്മുടെ മക്കള് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നതാണ്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് നോമ്പ് തുറക്കാൻ പോയപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കള്, എനിക്ക് വളരെ ചെറുപ്രായത്തിൽ ആ പിതാവ് വളരെ നല്ല റാഹത്തോടുകൂടി ആ മക്കളെ കൈപിടിച്ചുകൊണ്ട് ഞാൻ ഇന്നും പള്ളിയിലേക്ക് പോകുമ്പോൾ ആ കാര്യം ഇപ്പോൾ ചിന്തിക്കാറുണ്ട്. മക്കളെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, നോമ്പ് തുറക്കാൻ നേരത്ത് മക്കളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങളുമായി മക്കളുമായിട്ടുള്ള നല്ല ബന്ധത്തിന്റെ പേരിൽ പിതാവ് വിട്ടെറിഞ്ഞ് പിതാവ് ഒഴിവാക്കിപ്പോയ മക്കള് ഇന്നും ആ പിതാവിനെ അനുസ്മരിക്കുന്നു, ആ പിതാവിനെ ഓർക്കുന്നു. ആ പിതാവ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മക്കളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നാം നമ്മുടെ മക്കൾക്ക് അല്ലിമുഹ, നാം പഠിപ്പിച്ചു കൊടുക്കണം അത്തരം കാര്യങ്ങൾ. മോനെ, ആ മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം വളരെ ഇജാബത്തുള്ള സമയമാണ്. പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ സമയത്ത് ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീമി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ, അത് വെറുതെ രസത്തിലുള്ളതല്ല. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ മുഫസ്സിരീങ്ങൾ, വലിയ വലിയ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ആ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് ഒരാൾ ആത്മാർത്ഥമായിക്കൊണ്ട്
ആ തസ്ബീഹുകൾ ചൊല്ലി അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ആ ലക്ഷ്യങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അള്ളാഹു തള്ളപ്പെടുകയില്ല, അള്ളാഹു തട്ടിക്കളയുകയില്ല. പരീക്ഷകളൊക്കെയാണ്. നാം ഒന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം. അള്ളാഹ് എനിക്ക് പഠിക്കാനുള്ള ഓർമ്മശക്തി നൽകണേ അള്ളാഹ്, എനിക്ക് നല്ല പഠിക്കാനുള്ള കഴിവ് നൽകണേ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. തീർച്ചയായും അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വചനങ്ങളാണ്, അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന വചനങ്ങളാണ് ആ സമയത്തുള്ള ഇസ്തിഗ്ഫാറുകള്. വയുസ്ലിഹു ബിഹാ അംറ ദുനിയാ വൽ ആഖിറ. ഇത് കാരണം അള്ളാഹു ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യം നന്നാക്കുന്നതാണ്. നമുക്ക് ഏറ്റവും അധികം വേണ്ടത് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടലാണ്. ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടും വേണം. അതുകൊണ്ടാണ് റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനം നാം എല്ലാ സമയങ്ങളിലും ദുആർക്കുന്നില്ലേ. അവിടെ ദുനിയാവും വേണം, ആഖിറവും വേണം, നരകത്തിൽ നിന്ന് മോചനം വേണം, സ്വർഗം വേണം. ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ ദുനിയാവ് മാത്രമല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ദിക്റുകളുമായി ബന്ധപ്പെടുമ്പോൾ പടച്ച റബ്ബ് നമുക്ക് നൽകുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്, വലിയ സന്തോഷങ്ങളാണ്. പടച്ച റബ്ബ് യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ മഹാന്മാരായ ബദരീങ്ങൾ അവർ വിജയിച്ചതും ഈ തസ്ബീഹുകളെ കൊണ്ടല്ലേ, ഈ ദിക്റുകളെ കൊണ്ടല്ലേ. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മദീനയിലേക്ക് പോകുന്ന വഴികൾ നമുക്ക് കാണാം. ഇടതുവശത്തായിട്ട് ആ ബദർ നടന്ന സ്ഥലമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സുജൂദിൽ കിടന്നുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് തസ്ബീഹുകൾ ചൊല്ലി ആ ബദറിൽ വിജയം കണ്ടെത്തിയെങ്കിൽ അവിടേക്ക് നാം മനസ്സിലാക്കേണ്ടത് അവിടെ ആയുധബലങ്ങളെ കൊണ്ടല്ല, ആൾബലങ്ങളെ കൊണ്ടല്ല, അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മീയതയും തഖ്വയും കൊണ്ട് തന്നെയാണ്. ആ ഇഖ്ലാസ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണം. മുസ്ലിമീങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല, മുസ്ലിമീങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവർ എന്നും ഏത് സമയത്തും വിജയികളാണ്. കാരണം എന്താണ്? ഖുർആൻ തന്നെ അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളെ തകർക്കാൻ ലോകത്ത് ഒരു ശക്തിക്ക് പോലും കഴിയില്ല എന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ നസ്സ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും നാം തളരരുത്, നാം ഒരിക്കലും തളരാനും പാടില്ല. കാരണം എന്താ? ഖുർആൻ അങ്ങനെയാണ് നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോമ്പും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അമാലുകളൊക്കെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം നമ്മുടെ ഇബാദത്തുകളെ ചിട്ടപ്പെടുത്താം. അല്ലാതെ എങ്ങനെയെങ്കിലും സമയങ്ങൾ കളഞ്ഞ് നമ്മുടെ നോമ്പുകളും ഒരു പട്ടിണി രീതിയാകാൻ പാടില്ല. നിസ്കാരവും അതുപോലെ തന്നെ നല്ല കൂലിയോടുകൂടെ നല്ല നിസ്കാരങ്ങളാകണം. പള്ളിയിലേക്ക് നാം അല്പം നേരത്തെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറുമ്പോൾ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് നമുക്കറിയാവുന്ന തസ്ബീഹുകളും ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട്
നാം അള്ളാഹുവിലേക്ക്, നമ്മളൊക്കെ പാപികളാണ്, പലതരത്തിലുള്ള ഒരുപാട് തെറ്റുകളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് സമയങ്ങളെ ചെലവഴിക്കണം. അല്ലാതെ മറ്റുള്ള സംസാരങ്ങളുമായി നാം നടന്നാൽ നമ്മുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. നമുക്ക് സംസാരിക്കാനും കൂട്ടുകൂടാനും ധാരാളം ആളുകൾ ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കാണുന്ന പള്ളിക്കാട്ടിലേക്ക് നാം ചെന്നു കഴിയുമ്പോൾ അവിടെ കൂട്ടുകാരൊന്നും നമുക്കില്ല, നമ്മുടെ അടുത്തിരുന്ന് സംസാരിച്ചവരില്ല, നാം പറഞ്ഞത് കേട്ടവരില്ല. അവിടെയുള്ള നമ്മുടെ അമല് മാത്രമേ ഉള്ളൂ. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി എൻ്റെ നഫ്സിനോടും എൻ്റെ ശബ്ദം കേൾക്കുന്നവരോടും ഞാൻ ഉണർത്തുകയാണ്, നാം നമ്മുടെ ഓരോ ടൈമുകളും നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിപൂർണമായ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.